അപ്പോൾ നമ്മളിപ്പം ഒരു സ്ഥലത്തേക്ക് പോകാൻ ഇറങ്ങി, നമ്മൾ ബാക്ക് പാക്കൊക്കെ ഇട്ട് ഇറങ്ങി എന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ബസ് സ്റ്റേഷനിലെത്തി അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ബസ് പോയോ അല്ലെങ്കിൽ ട്രെയിന് പോയോ. സോ അതെങ്ങനെ ചോദിക്കുക? സിമ്പിളായിട്ട് അതെങ്ങനെ ചോദിക്കുക? സിമ്പിളായിട്ട് അതൊരു സ്പോക്കൺ സ്റ്റൈൽ, ഒരു കൊളോക്കിയൽ സ്റ്റൈലിൽ ചോദിക്കുകയാണെങ്കിൽ ഡിഡ് ഐ മിസ് ദ ബസ് എന്നാണ് ചോദിക്കുക. ഡിഡ് ഐ മിസ് ദ ബസ്. ഇനി അതല്ലെങ്കിൽ ആം ഐ ലേറ്റ് ഫോർ ദ ബസ് എന്നും ചോദിക്കാം. ആം ഐ ലേറ്റ് ഫോർ ദ ബസ്. എന്താണ്? ആം ഐ ലേറ്റ് ഫോർ ദ ബസ്. ഞാൻ ബസ്സിന് ലേറ്റ് ആയോ, ഞാൻ ലേറ്റ് ആയോ എന്ന് ചോദിച്ചാൽ ബസ് പോയോ എന്നർത്ഥം. അല്ലെങ്കിൽ ഡിഡ് ഐ മിസ് ദ ബസ് എന്ന് ചോദിച്ചാൽ ഞാൻ ബസ് മിസ്സാക്കിയോ എന്ന് ചോദിച്ചാലും ബസ് പോയോ എന്നാണ്. ഇതൊക്കെ ഒരു സംസാര ശൈലിയിൽ ചോദിക്കുന്നതാണ്. ഗ്രാമാറ്റിക്കലി പറയുകയാണെങ്കിൽ ഡിഡ് ദ ബസ് ലീവ്. എന്താ ചോദിക്കുക? ഡിഡ് ദ ബസ് ലീവ് അല്ലെങ്കിൽ ഡിഡ് ദ ട്രെയിൻ ലീവ്, അങ്ങനെയും ചോദിക്കാം. അപ്പോൾ ഡിഡ് ദ ബസ് ടു ബാംഗ്ലൂർ ലീവ് അല്ലെങ്കിൽ ഡിഡ് ദ ബസ് ട്രെയിൻ ടു കോട്ടയം ലീവ്, ആ രീതിയിലും ചോദിക്കാം. അല്ലെങ്കിൽ സിംപ്ലി നമ്മൾ അറിയാവുന്നവരോട് ചോദിക്കുന്നതാണ് ഡിഡ് ഐ മിസ് ദ ബസ് അല്ലെങ്കിൽ ആം ഐ ലേറ്റ്. അടുത്ത ബസ് എപ്പോഴാണ് അല്ലെങ്കിൽ അടുത്ത ട്രെയിൻ എപ്പോഴാണ്, ഇന്ന സ്ഥലത്തേക്കുള്ള അടുത്ത ബസ് എപ്പോഴാണ് എന്നൊക്കെ ചോദിക്കണ്ടേ. സോ അതെങ്ങനെ ചോദിക്കാം നമ്മൾ? സിംപ്ലി വെൻ ഈസ് ദ നെക്സ്റ്റ് ബസ് ടു അല്ലെങ്കിൽ വെൻ ഈസ് ദ നെക്സ്റ്റ് ട്രെയിൻ ടു എന്നൊക്കെയാണ് ചോദിക്കുക. വെൻ ഈസ് ദ നെക്സ്റ്റ് ബസ് ടു കണ്ണൂർ അല്ലെങ്കിൽ വെൻ ഈസ് ദ നെക്സ്റ്റ് ട്രെയിൻ ടു ട്രിവാൻഡ്രം, ഇങ്ങനെയൊക്കെ ചോദിക്കാം. ഇനി അതല്ലെങ്കിൽ ഇപ്പോൾ ബസ് പോയി, ഇപ്പോൾ ഉള്ള ബസ് പോയി എന്ന് പറഞ്ഞാൽ വാട്ട് ടൈം ഈസ് ദ നെക്സ്റ്റ് വൺ, അങ്ങനെയും ചോദിക്കാം. വാട്ട് ടൈം ഈസ് ദ നെക്സ്റ്റ് വൺ, അടുത്തത് എപ്പോഴാണ്. വാട്ട് ടൈം ഈസ് ദ നെക്സ്റ്റ് വൺ. ഇസ് ദർ അനദർ വൺ സൂൺ, അങ്ങനെ ചോദിക്കാം. ഇസ് ദർ അനദർ വൺ സൂൺ എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ അടുത്ത ബസ് ഉണ്ടോ എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. ഇസ് ദർ അനദർ വൺ സൂൺ, പെട്ടെന്ന് തന്നെ അടുത്തതുണ്ടോ. അല്ലെങ്കിൽ ഇസ് ദർ എ ലേറ്റർ വൺ, ഇസ് ദർ എ ലേറ്റർ വൺ എന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ബസ് ഉണ്ടോ, വേറെ ബസ് ഉണ്ടോ എന്ന് ചോദിക്കില്ലേ, അതാണത്. ഇസ് ദർ എ ലേറ്റർ വൺ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ബസ് എപ്പോഴാണ്, അടുത്ത ബസ് ഉടനെ തന്നെ ഉണ്ടോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് വേറെ ബസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇപ്പം നമ്മൾ ഈ പറയുന്നത്. ഇനി നമുക്ക് എക്സിറ്റ് ഏത് ഭാഗത്താണ്, അല്ലെങ്കിൽ നമുക്കൊന്ന് ഫ്രഷ് ആവണം, അപ്പം പിന്നെ ടോയ്ലറ്റ് ഏത് ഭാഗത്താണ്, മെയിൻ ഗേറ്റ് ഏത് ഭാഗം, ഇങ്ങനെ ഒരു സാധനം ഏത് ഭാഗത്താണ് എന്ന് ചോദിക്കണം. അത് സ്വാഭാവികമായിട്ട് നമുക്ക് ചോദിക്കേണ്ടി വരുമല്ലോ. ഏത് ഭാഗത്താണ് എന്ന് ചോദിക്കാനുള്ള വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് വേ എന്ന് തുടങ്ങുകയാണ് ചെയ്യുക. അതായത് വിച്ച് വേ ഈസ് ദ ടോയ്ലറ്റ്, വിച്ച് വേ ഈസ് ദ മെയിൻ ഗേറ്റ്.